നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. തെരഞ്ഞെടുപ്പിന് ഇനി 8 നാൾ മാത്രം ബാക്കി. പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ജില്ലയിൽ മത്സരരംഗത്ത് 78 സ്ഥാനാർത്ഥികൾ. കേച്ചേരി പന്നിത്തടത്ത് യുവാവ് ബൈക്കിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ. കളക്ടറേറ്റിലെ റവന്യൂ വകുപ്പ് സീനിയർ ക്ലർക്ക് അന്തിക്കാട് സ്വദേശി വിജിത്താണ് മരിച്ചത്. പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ആനപ്പാപ്പാനെ ശിക്ഷിച്ചു. അക്കിക്കാവ് സ്വദേശി നിഷാദിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ശിക്ഷിച്ചത്. 33 വർഷം തടവും 85,000 രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന്റെ പ്രവർത്തനം നിലച്ചു. പുതിയ മാർക്കറ്റ് ഉടൻ ആരംഭിക്കുമെന്ന് വ്യാപാരികൾ. പാചകവാതക പ്രതിസന്ധി രൂക്ഷം. ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുമെന്ന് ഹോട്ടൽ ഉടമകൾ. ഹോട്ടൽ മേഖല പ്രതിസന്ധിയിലാണെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പിന് ഇനി 8 നാൾ മാത്രം ബാക്കി. പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 78 പേരാണ് മത്സര രംഗത്തുള്ളത്. 10 പേർ മത്സരിക്കുന്ന മണലൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉള്ളത്. LDF, UDF, NDA സ്ഥാനാർത്ഥികൾക്ക് മാത്രം സ്ഥാനാർത്ഥികളുള്ള നാട്ടികയിലാണ് കുറവ് സ്ഥാനാർത്ഥികൾ. നാട്ടികയിൽ ഒഴികെ മുഴുവൻ മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് സ്ഥാനാർത്ഥികളുണ്ട്. ഗുരുവായൂർ, മണലൂർ, ചേലക്കര, കയ്പമംഗലം മണ്ഡലങ്ങളിൽ SDPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ചുരുങ്ങിയ ദിവസം മാത്രമാണ് മുന്നിലുള്ളത് എന്നതിനാൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. കളക്ടറേറ്റിലെ റവന്യൂ വകുപ്പ് സീനിയർ ക്ലർക്കിനെ ബൈക്കിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. അന്തിക്കാട് പടിയം കൊട്ടാരപ്പറമ്പ് ചെറാക്കോലിൽ വിജയൻ മകൻ 38 വയസ്സുള്ള വിജിത്താണ് മരിച്ചത്. കളക്ടറേറ്റിൽ അർദ്ധരാത്രി വരെ തെരഞ്ഞെടുപ്പ് ജോലി ചെയ്ത് ചൊവ്വാഴ്ച പുലർച്ചെ ഭാര്യാഗൃഹത്തിലേക്ക് പോകുമ്പോൾ കേച്ചേരി പന്നിത്തടത്ത് വെച്ചായിരുന്നു സംഭവം. ബൈക്കിൽ നിന്ന് വീണ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കാർഡിയാക് അറസ്റ്റാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഭൌതിക ശരീരം തൃശൂർ കളക്ടറേറ്റിൽ പൊതുദർശനത്തിന് വച്ചു. പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ആനപ്പാപ്പാനെ ശിക്ഷിച്ചു. അക്കിക്കാവ് രാരിവളപ്പിൽ നിഷാദിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ശിക്ഷിച്ചത്. 33 വർഷം തടവും 85,000 രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചു. ആനപ്രിയനായ ആൺകുട്ടിയെ വിവിധയിടങ്ങളിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നു. അടയ്ക്ക മാർക്കറ്റിന്റെ ഉടമയായ ചേറു മാർക്കറ്റിന്റെ ലൈസൻസ് പുതുക്കിയില്ല. ഇതോടെയാണ് മാർക്കറ്റ് പ്രവർത്തനം നിർത്താൻ കാരണം. ഉത്തരേന്ത്യയിൽ പോലും പ്രസിദ്ധമായ പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റ് മറ്റൊരു സ്ഥലത്ത് തുടങ്ങാനുള്ള ശ്രമത്തിലാണ് വ്യാപാരികൾ. മുൻപ് അടയ്ക്ക മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് തന്നെ പുതിയ മാർക്കറ്റ് ആരംഭിക്കുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. നിലവിലെ അടയ്ക്ക മാർക്കറ്റിന് 70 കൊല്ലത്തോളം പഴക്കമുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ വൻ തിരക്കാണ് അടയ്ക്ക മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ളവർ പോലും ഇവിടേക്കാണ് കച്ചവടത്തിന് എത്തിയിരുന്നത്. കാലക്രമേണ അടയ്ക്ക വ്യാപാരം കുറഞ്ഞതോടെ അടയ്ക്ക മാർക്കറ്റിന്റെ പ്രൗഢിയും കുറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പുതിയ സ്ഥലത്ത് വ്യാപാരം തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് വ്യാപാരികൾ. ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുമെന്ന് ഹോട്ടൽ ഉടമകൾ. ഹോട്ടൽ മേഖല പ്രതിസന്ധിയിലാണെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ഇന്ധന ലഭ്യത കുറഞ്ഞതോടെ ഇതിനകം തന്നെ നിരവധി ഹോട്ടലുകൾക്ക് താഴ് വീണ് കഴിഞ്ഞു. ഇനിയും കുറേ ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടലുകളാകട്ടെ ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന നിലപാടിലാണ്. ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും പറയുന്നു. അസോസിയേഷന്റെ സംസ്ഥാന ട്രഷറർ ബിജുലാൽ വില കൂട്ടാൻ തന്നെയാണ് തീരുമാനം. നിലവിലെ സാഹചര്യം തുടർന്ന് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് വില കൂട്ടേണ്ടി വരും. കാരണം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഹോട്ടൽ വ്യാപാര മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. 70% ഹോട്ടലുകളും അടഞ്ഞു കഴിഞ്ഞു. നിലവിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കാവട്ടെ അതിഭീമമായിട്ടുള്ള പ്രവർത്തന ചെലവ് മറികടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിലാണ്.
ജീവനക്കാരുടെ ഇല്ലാത്ത പ്രതിസന്ധി, ജീവനക്കാരെ അടച്ചിട്ടാൽ പോലും ആ സ്ഥാപനത്തിൽ ജീവനക്കാർക്ക് ഭക്ഷണം കൊടുക്കേണ്ട പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം. പാചകവാതക വിതരണമാണെങ്കിൽ അത് പ്രതിദിനം കൂടും നമ്മൾ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നെല്ലാം നിർദ്ദേശങ്ങളും അതിൻ്റെ പരിഗണനകളും ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നും പ്രാബല്യത്തിൽ വരുന്നില്ല. പ്രത്യേകമായി പറയുന്നത്, അതായത് ഹോട്ടലുകൾക്ക് ആവശ്യാനുസരണം വാണിജ്യ സിലിണ്ടറുകൾ നൽകുമെന്ന് പറയുമ്പോഴും അത് ലഭ്യമാവുന്നില്ല എന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പ്രതിനിധികൾ പറയുന്നു. അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഭൂരിഭാഗവും. 70% സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ ഇവരാണെന്ന് പറയുമ്പോൾ ഈ വേളയിൽ ഇവരെല്ലാം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇവരെ പിടിച്ചു നിർത്താൻ കഴിയാത്ത സാഹചര്യം കൂടിയാവുമ്പോൾ വിലവർധനയിലേക്കാണ് പോകുന്നതും. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. കേരളത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ വ്യക്തമായ രാഷ്ട്രീയ ഡീൽ നിലനിൽക്കുന്നുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വടക്കാഞ്ചേരിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന പ്രവർത്തനങ്ങളെ അപ്പാടെ എതിർക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റേതെന്നും വർഗീയതയെ കൂട്ടുപിടിച്ചാണ് UDF മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിലെ ദേശീയപാത വികസനത്തിനായി കിഫ്ബി വഴി 5080 കോടി രൂപ സംസ്ഥാന സർക്കാർ നൽകിയപ്പോൾ അതിനെപ്പോലും എതിർത്തവരാണ് കോൺഗ്രസ് എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. വയനാട് ദുരന്തബാധിതർക്കായി കോൺഗ്രസ് പിരിച്ച പണം എവിടെ പോയി എന്ന് വ്യക്തമാക്കണം. പാവപ്പെട്ടവർക്ക് വീട് നൽകുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. വർഗീയതയ്ക്കെതിരെ സംസാരിക്കുന്ന VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് പിടിക്കുകയാണ്. അവരുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറാണോ എന്നും അദ്ദേഹം ചോദിച്ചു. രാഹുൽ ഗാന്ധി കേരളത്തെ അധിക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നത്. LDF വലിയ മുന്നേറ്റം നടത്തുമെന്നും തുടർച്ചയായ 3ാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ആ കണം, അതായത് കിഫ്ബി വഴി പോകുന്ന പണം ഉൾപ്പെടെ ഗവൺമെന്റിന്റെ കടമെടുക്കാനുള്ള രജിയിൽ ഉൾപ്പെടുത്തുന്നു എന്നാണ്. 60 കോടി രൂപ യഥാർത്ഥത്തിൽ അത്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ വീണ്ടും അപകടം. സ്റ്റാൻഡിലേക്ക് അശ്രദ്ധമായി പ്രവേശിച്ച ബസ്സിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. തൃശൂർ ഭാഗത്തുനിന്ന് വന്ന ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ പുറകിൽ നിന്ന് വന്ന ബൈക്ക് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. സർവീസ് റോഡിലൂടെ വന്നാണ് ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കേണ്ടത്. എന്നാൽ ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സുകൾ ദേശീയപാതയിലൂടെ അമിത വേഗതയിലെത്തി പുറകിലുള്ള വാഹനങ്ങളെ ശ്രദ്ധിക്കാതെ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. ഇത്തരത്തിൽ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ബസ് ഡ്രൈവർമാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ 2 ദിവസത്തിനിടെ സ്റ്റാൻഡിന് മുൻപിൽ 3 അപകടങ്ങളാണ് സംഭവിച്ചത്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകൾ തുടരുന്നു. ഭൂമിയിലെ ദേവമേളയായ ആറാട്ടുപുഴ പൂരം ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. പൂരത്തിന്റെ നെടുനായകത്വം വഹിക്കാൻ പുറപ്പെട്ട തേവർക്ക് ഭക്തർ നൽകിയത് രാജകീയ വരവേൽപ്പ്. ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് രാവിലെ ഉപചാരം ചൊല്ലി തിരിച്ച് എഴുന്നള്ളുന്ന തേവർക്ക് പഴുവിൽ വെണ്ട്രശ്ശേരി ശിവക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. പൂരച്ചടങ്ങിന്റെ ഭാഗമായി 5000-ഓളം പേർക്ക് കഞ്ഞി വിതരണം ചെയ്തു. തൃപ്രയാർ ക്ഷേത്രത്തിൽ ഉത്രം വിളക്ക് ആഘോഷത്തോടെയാണ് ചടങ്ങുകൾക്ക് സമാപനം.
കോടികളുടെ തട്ടിപ്പ് നടന്ന പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചാവക്കാടുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ ക്രൈംബ്രാഞ്ച് പരിശോധന. ക്രൈംബ്രാഞ്ച് ഇക്കണോമിക് ഒഫൻസ് വിംഗ് ആണ് പരിശോധന നടത്തിയത്. സ്ഥാപനത്തിൽ 2019 മുതൽ തട്ടിപ്പ് നടന്നതായി പറയുന്നു. 100-ലധികം പ്രവാസികളിൽ നിന്ന് 20 കോടിയോളം രൂപ തട്ടിയെടുത്തതായാണ് പരാതി. നിക്ഷേപകർ ചേർന്ന് കൂട്ടായ്മ രൂപീകരിച്ചാണ് കേസ് നടത്തുന്നത്. യുദ്ധം ഇടവേളയില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ഗൾഫ് മേഖല ആശങ്കയിൽ. യുദ്ധം തുടങ്ങി 1 മാസം പിന്നിട്ടിട്ടും ആക്രമണത്തിന് അയവ് വന്നിട്ടില്ല. ഗൾഫ് മേഖലയിൽ ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. യുദ്ധം നീളുന്നതോടെ ഗൾഫ് മേഖല പ്രതിസന്ധിയിലാവുകയാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ആശങ്കയോടെയാണ് ദിനങ്ങൾ തള്ളി നീക്കുന്നത്. വിവിധ മേഖലകളെ യുദ്ധം ബാധിക്കുന്നത് തൊഴിലിനെയും ബാധിക്കുമെന്ന സ്ഥിതിയിലായിട്ടുണ്ട്. എണ്ണവില വർധന സർവ്വമേഖലയിലും വിലക്കയറ്റമുണ്ടാക്കുമെന്നും ആശങ്കയുണ്ട്. ഇതേസമയം UAE-യിൽ ഇന്ധനവില വർദ്ധിപ്പിച്ചു. 3 തരം പെട്രോളിനും വില വർദ്ധിച്ചു. ഡീസലിനും 2 ദിർഹത്തിനടുത്ത് വില വർദ്ധിച്ചു. സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങളിൽ കാഴ്ചക്കാരായി നിൽക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനുമുള്ളതെന്ന് മഹിളാ കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് അൽക്ക ലാംബ. കൊടുങ്ങല്ലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി OJ ജനീഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മാളയിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അൽക്ക ലാംബ. ലക്ഷക്കണക്കിന് ഭക്തരുടെ നേർച്ചയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലൂടെ CPM അപഹരിച്ചതെന്നും അൽക്ക ലാംബ പറഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രേമ അധ്യക്ഷയായി. തെലങ്കാന IT വകുപ്പ് മന്ത്രി ശ്രീധർ ബാബു, AICC നിരീക്ഷകൻ JR ലോബോ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ MP, ജില്ലാ പ്രസിഡന്റ് T നിർമ്മല തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനത്ത് ഭർത്താവ് ഭാര്യയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. മദ്യലഹരിയിലുണ്ടായ വഴക്കാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. പെരിഞ്ഞനം കുറ്റിലക്കടവിലെ പ്രളയപുര സ്വദേശി കൊച്ചാട്ട് സിന്ധുവിനാണ് പരിക്കേറ്റത്. കഴുത്തിൽ കത്തിക്കൊണ്ടുള്ള മുറിവേറ്റ ഇവർ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് മഹേന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊടുങ്ങല്ലൂരിൽ മുൻ വൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ചതായി പരാതി. മേത്തല വയലമ്പം സ്വദേശി കാലാകശ്ശേരി രാജുവിനെയാണ് ആക്രമിച്ചത്. പരിക്കേറ്റ ഇയാൾ ആശുപത്രിയിൽ ചികിത്സ തേടി. കൊടുങ്ങല്ലൂർ ക്ഷേത്ര പരിസരത്ത് വെച്ച് ആയുധം കൊണ്ട് ആക്രമിച്ചുവെന്നാണ് പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് മേത്തല സ്വദേശി ഗോകുലിനെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. പാഞ്ഞാൾ തലപ്പിള്ളി 13-ാം വാർഡിൽ 3 സെന്റ് മിച്ചഭൂമി സർക്കാരിൽ നിന്നും ലഭിച്ചയാൾക്ക് വീട്ടിലേക്കെത്താൻ വഴിയില്ലെന്ന പരാതിയിൽ പാഞ്ഞാൾ പഞ്ചായത്ത് സെക്രട്ടറി സിറ്റിംഗിൽ നേരിട്ട് ഹാജരാകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V ഗീത. 3 മീറ്റർ വീതിയുള്ള വഴിയോടുകൂടിയാണ് 3 സെന്റ് സ്ഥലം അനുവദിച്ചതെന്ന് ശ്രീധരൻ സമർപ്പിച്ച പരാതിയിൽ പറഞ്ഞു. എന്നാൽ നിലവിൽ വീടിന്റെ മുന്നിലൂടെ വാഹനം വരാനുള്ള വഴി ലഭ്യമല്ല. ഇതുവരെ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുമായി പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. ചാവക്കാട് സബ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട പോക്സോ കേസ് പ്രതി പിടിയിൽ. മലപ്പുറം എടക്കര പലയമാട് പുതിയത്ത് ശ്രീരാജാണ് പിടിയിലായത്. തിങ്കളാഴ്ച വൈകിട്ടാണ് ഇയാൾ ജയിൽ ചാടിയത്. ജയിലിലെ കേടായ എക്സോസ്റ്റർ ഫാൻ നന്നാക്കാൻ ഇയാളെ സെല്ലിന് പുറത്തിറക്കി കെട്ടിടത്തിന് മുകളിൽ കയറ്റിയിരുന്നു. ഇതിനിടെയാണ് ഇയാൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് സമീപത്തുള്ള മരത്തിൽ കയറി രക്ഷപ്പെട്ടത്. പ്രതിയെ പിന്നീട് ഗുരുവായൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് പിടികൂടിയത്. 15-കാരിയെ പീഡിപ്പിച്ചതിന് പാവറട്ടി പോലീസാണ് പോക്സോ കേസിൽ ഇയാളെ പിടികൂടി റിമാൻഡ് ചെയ്തത്. ഗുരുവായൂർ സ്വദേശി മാനന്തേടത്ത് ബാലന്റെ ജൈവ വെള്ളരി കൃഷിക്ക് 100 മേനി വിളവ്. പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ബാലൻ പാട്ടത്തിനെടുത്ത 50 സെന്റ് സ്ഥലത്താണ് കണിവെള്ളരികൾ വിളയിച്ചത്. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ KS അനൂപ്, സിനിഷ അനീഷ്, മുൻ കൌൺസിലർമാരായ TS ഷെനിൽ, ദീപ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പൊട്ടുവെള്ളരി, പയർ, ചീര, കുമ്പളം, പാവൽ തുടങ്ങി വിവിധയിനം പച്ചക്കറികളാൽ സമൃദ്ധമാണ് കൃഷിയിടം.
ഗുരുവായൂരിൽ വാഹനമിടിച്ച് പരിക്കേറ്റ മുള്ളൻ പന്നിക്ക് നാട്ടുകാർ രക്ഷകരായി. തൈക്കാട് മില്ലുംപടിയിൽ ചൊവ്വാഴ്ച പുലർച്ചെയാണ് മുള്ളൻ പന്നിയെ വാഹനമിടിച്ചത്. പരിക്കേറ്റ മുള്ളൻ പന്നി പരിഭ്രമിച്ച് തൊട്ടടുത്തുള്ള കടവരാന്തയിലേക്ക് ഓടിക്കയറി. കട തുറക്കാനെത്തിയവരെ കണ്ടതോടെ മുള്ളൻ പന്നി സമീപത്തെ മതിൽക്കെട്ടിനടിയിലേക്ക് കയറി. ഇതിൽ നിന്ന് പുറത്തിറങ്ങാനാകാതെ കുടുങ്ങിക്കിടന്ന മുള്ളൻ പന്നിയെ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം എരുമപ്പെട്ടി ഫോറസ്റ്റിന് കൈമാറി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ALPS ആലത്തൂരിലെ 4ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. കൊടകര പോലീസ് സ്റ്റേഷൻ വിദ്യാലയത്തിലെ അടക സജു പൌലോസ് സല്യൂട്ട് സ്വീകരിച്ചു. 4ാം ക്ലാസ്സിലെ കുട്ടികളാണ് പാസിംഗ് ഔട്ടിൽ പങ്കാളികളായത്. 110 മണിക്കൂർ വീതം 2 വർഷം കൊണ്ട് 220 മണിക്കൂർ പരിശീലനമാണ് കുട്ടികൾക്ക് നൽകിയത്. യുനെസ്കോ പ്രതിപാദിക്കുന്ന 10 ലൈഫ് സ്കില്ലുകളിൽ ഒന്നായിരുന്നു പരിശീലനം. സ്കൂൾ ഹെഡ്മിസ്ട്രസ് PM ജിൻസ, പരിശീലകൻ ശിവദാസ് കോടിയത്ത്, കമാൻഡർ നോഡൽ ഓഫീസർ CG അനൂപ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കാർഷിക രംഗത്ത് വിപ്ലവകരമായ മുന്നേറ്റം തുടരുന്ന ഗ്രീൻ ആർമിയുടെ തണ്ണിമത്തൻ കൃഷിക്ക് 100 മേനി വിളവ്. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം രചന നാരായണൻകുട്ടി നിർവഹിച്ചു. ഗ്രീൻ ആർമി നെൽകൃഷിക്കായി ട്രെയിൻ നഴ്സറി ഒരുക്കിയ സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷിയും ഒരുക്കിയത്. 65 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന റോക്ക് സ്റ്റാർ കിരൺ ഇനമാണ് കൃഷി ചെയ്തത്. കൃഷിസ്ഥലത്തെ മുഴുവൻ സമയവും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഗ്രീൻ ആർമി ലക്ഷ്യമിടുന്നത്. വിളവെടുപ്പിന് ഗ്രീൻ ആർമിക്ക് നേതൃത്വം നൽകുന്ന MR അനൂപ് കിഷോർ, PR അരവിന്ദാക്ഷൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാചക തൊഴിലാളി സൌഹൃദ കൂട്ടായ്മ കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടന്നു. രക്ഷാധികാരി അബൂബക്കർ പെരുമിലാവ് ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് അലൈൻ അഷറഫ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കുഞ്ഞുമോൻ, ട്രഷറർ കുഞ്ഞു മുഹമ്മദ്, ദിലീപ് തയ്യൂർ, ജയൻ അരുവായി തുടങ്ങിയവർ സംസാരിച്ചു. ആദൂർ മഹാത്മാ LP സ്കൂളിന്റെ 75ാം വാർഷികാഘോഷത്തിന്റെ പൊതുസമ്മേളനം ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ PT ഗോപി അധ്യക്ഷനായി. മാധ്യമ പ്രവർത്തന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റും CCTV TCV സീനിയർ റിപ്പോർട്ടറുമായ റഷീദ് എരുമപ്പെട്ടി, സംഗീത സംവിധായകനും മ്യൂസിക് ആൽബം ഡയറക്ടറുമായ റിയാസ് പട്ടാമ്പി, ഗായകൻ ചാർലി, ഹബീബ് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. വിരമിച്ച തൃശൂർ ഡയറ്റ് പ്രിൻസിപ്പാൾ EN ഉണ്ണികൃഷ്ണൻ, മുൻ ഹെഡ്മാസ്റ്റർ PR ഗംഗാധരൻ, സ്കൂൾ മാനേജർ PK വിനയകുമാരൻ, കൺവീനർ KU വികാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. സുപ്രഭാതം. അന്ന് ഞാൻ പോട്ടെ മാഷേ. ഇവിടെ നിൽക്ക്. മാഷിന് വർത്താനം പറയാൻ ആളായല്ലോ. അതെ മാഷേ, കണ്ണീര് സീരിയലില്ലേ റീട്ടലക്ക, അത് തുടങ്ങാൻ സമയമായി മാഷേ.
എന്റെ ദൈവമേ, ഇന്നെങ്കിലും ദീപ്തിക്ക് ഒരു കുട്ടി ഉണ്ടായി കണ്ടാ മതിയായിരുന്നു. ഓ മാഷ് ചിരിപ്പോ. പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമന്റ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു. എളവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, പാവർട്ടി തീർത്ഥകേന്ദ്രം ട്രസ്റ്റി ജെയ്സൺ വടക്കൂട്ട്, PTA പ്രസിഡന്റ് AR പ്രവീൺ, MPTA പ്രസിഡന്റ് വിജയ ബിജു തുടങ്ങിയവർ സംസാരിച്ചു. അങ്കണം ഷംസുദ്ദീൻ സ്മൃതിയും ചന്ദ്രാപ്പിനി ഹൈസ്കൂളിലെ 1977 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഹൃദയതന്ത്രി ഗ്രൂപ്പും ചേർന്ന് പഠന ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്തു. എഴുത്തുകാരിയും അങ്കണം ഷംസുദ്ദീൻ സ്മൃതിയുടെ ചെയർപേഴ്സൺ കൂടിയായ ഡോക്ടർ P. സരസ്വതിയുടെ മുറിവേറ്റ ദാമ്പത്യം, സീതാരാമന്മാർ, ചുളി വീഴാത്ത ചിന്തകൾ തുടങ്ങി 150-ൽ പരം വരുന്ന കൃതികളാണ് വിതരണം ചെയ്തത്. ചന്ദ്രാപ്പിന്നി കണ്ണമ്പുള്ളിപ്പുറത്ത് നടന്ന ചടങ്ങിൽ സാംസ്കാരിക പ്രവർത്തകനും മുൻ MLAയുമായ പ്രൊഫസർ KU അരുണൻ ഉദ്ഘാടനം ചെയ്തു. ജോഷി കൊല്ലാറ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KR ബീന, AK രാജഗുരു, ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, തൃശുവാപുരം മോഹനചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മറ്റത്തൂർ കൊടകര ബ്രാഞ്ചുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. KPSTA വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ പ്രവീൺ M. കുമാർ അധ്യക്ഷത വഹിച്ചു. KM റാഫി, KU രാഹുൽ, പ്ലസി പോൾ, PM സ്റ്റെല്ല, CR സിനി എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിലെ കാവടി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം മേൽശാന്തി കുട്ടൻ ഏരിയക്കാടനും ക്ഷേത്രം ഭാരവാഹികളും ചേർന്ന് കൊടിയേറ്റ് നിർവഹിച്ചു. കാവടി ഉത്സവം നടക്കുന്ന ഞായറാഴ്ച രാവിലെ 6:30 മുതൽ വിവിധ സെറ്റുകളുടെ അഭിഷേകം നടക്കും. 8 ദേശക്കാവടി സെറ്റുകൾ അണിനിരക്കും. കുന്നംകുളം NDA സ്ഥാനാർത്ഥി KR രജിൽ എരുമപ്പെട്ടി പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. കാഞ്ഞിരക്കോട് നിന്ന് ആരംഭിച്ച പര്യടനം കുന്നത്തേരിയിൽ സമാപിച്ചു. NDA നിയോജക മണ്ഡലം കൺവീനർ KS രാജേഷ്, BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ചാലക്കുടി, നിയോജക മണ്ഡലം പ്രസിഡന്റ് സുനിൽ എരുമപ്പെട്ടി, ജിത്തു തയ്യൂർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശുദ്ധികലശ ചടങ്ങുകൾ വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ നടക്കും. ഗുരുവായൂരപ്പനും ഉപദേവന്മാർക്കുമാണ് ശുദ്ധികലശം നടക്കുക. പാവറട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ വലിയ നോമ്പിലെ അവസാന ബുധനാഴ്ച ആചരണം ഏപ്രിൽ 1 നടക്കും. വിശുദ്ധ യൗസേ പിതാവിന്റെ പ്രധാന തിരുനാളിന് ഒരുക്കമായാണ് വലിയ നോമ്പിലെ 7 ബുധനാഴ്ചകൾ തിരുനാളായി ആഘോഷിക്കുന്നത്. രാവിലെ 10 മണിക്ക് തീർത്ഥകേന്ദ്രത്തിൽ നടക്കുന്ന ആഘോഷമായ പാട്ട് കുർബാനയ്ക്കും വചന സന്ദേശത്തിനും ഫാദർ തോമസ് ഊക്കൻ മുഖ്യ കാർമ്മികനാകും. തുടർന്ന് തീർത്ഥകേന്ദ്രം അൽത്താരയിൽ കുട്ടികൾക്കുള്ള പ്രത്യേക പ്രാർത്ഥനയും ആദ്യ ചോറൂണും പാരിഷ് ഹാളിൽ വിശ്വാസികൾക്കുള്ള സൗജന്യ നേർച്ച ഭക്ഷണ വിതരണവും നടക്കും. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചയാളെ അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം സ്വദേശി കിഴക്കേ വളപ്പിൽ വീട്ടിൽ മനോജിനെയാണ് കയ്പമംഗലം SHO KT ബിജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്.
സ്വർണം ഗ്രാമിന് 13,685 രൂപ, പവന് 1,09,480 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Gold and Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തെരഞ്ഞെടുപ്പിന് ഇനി 8 നാൾ മാത്രം ബാക്കി. പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ജില്ലയിൽ മത്സരരംഗത്ത് 78 സ്ഥാനാർത്ഥികൾ. കേച്ചേരി പന്നിത്തടത്ത് യുവാവ് ബൈക്കിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ. കളക്ടറേറ്റിലെ റവന്യൂ വകുപ്പ് സീനിയർ ക്ലർക്ക് അന്തിക്കാട് സ്വദേശി വിജിത്താണ് മരിച്ചത്. പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ആനപ്പാപ്പാനെ ശിക്ഷിച്ചു. അക്കിക്കാവ് സ്വദേശി നിഷാദിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ശിക്ഷിച്ചത്. 33 വർഷം തടവും 85,000 രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന്റെ പ്രവർത്തനം നിലച്ചു. പുതിയ മാർക്കറ്റ് ഉടൻ ആരംഭിക്കുമെന്ന് വ്യാപാരികൾ. പാചകവാതക പ്രതിസന്ധി രൂക്ഷം. ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുമെന്ന് ഹോട്ടൽ ഉടമകൾ. ഹോട്ടൽ മേഖല പ്രതിസന്ധിയിലാണെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. മികവിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഐഫ ഫർണിച്ചേഴ്സ് ആൻഡ്